നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. കേരളത്തിലെ കോൺഗ്രസുകാർ ഒരു പേര് കേട്ടാൽ ഇപ്പോൾ തലയിൽ കൈവയ്ക്കുകയാണ്. എൻ്റെ അമ്മോ എന്നാണ് തലയിൽ കൈവച്ചുകൊണ്ട് അവർ പറയുന്നത്. ഏതാണ് ആ പേര്? അത് മറ്റൊന്നുമല്ല, സണ്ണി ജോസഫ് എന്ന പേര് കേൾക്കുമ്പോഴാണത്രേ ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസുകാർ തലയിൽ കൈവയ്ക്കുന്നത്. അദ്ദേഹം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റാണ്. എന്ന് വെച്ചാൽ കേരളത്തിലെ കോൺഗ്രസിന്റെ അവസാന വാക്ക്. കേരളത്തിലെ കോൺഗ്രസുകാരോട് എന്ത് പറയണം, എന്ത് ചിന്തിക്കണമെന്ന് നിർദ്ദേശിക്കുന്നയാൾ. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സണ്ണി ജോസഫ് പറയുന്നതാണ് അവസാനത്തെ വാക്ക്. അതിൽ അപ്പീലില്ല, കോടതിയില്ല. അതിനു മുകളിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് മാത്രം. ഹൈക്കമാൻഡ് പോലും കേരളത്തിലെ ഒരു കാര്യം തീരുമാനിക്കണമെങ്കിൽ ആദ്യം KPCC അധ്യക്ഷനോട് സംസാരിക്കും, ആലോചിക്കും. കാരണം കോൺഗ്രസിന്റെ സംവിധാനം അതാണ്. അധ്യക്ഷനാണ് അവസാനത്തെ വാക്ക്. എന്നാൽ ഇപ്പോൾ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ സണ്ണി ജോസഫ് വാതിലടച്ച് അകത്തിരിപ്പാണത്രേ. ഒരഭിപ്രായവും പറയാൻ അദ്ദേഹം പുറത്തേക്ക് വരില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗികാരോപണം ഉയർന്നപ്പോൾ അതിന് മറുപടി പറയേണ്ട ആളും കോൺഗ്രസിന്റെ ആധികാരികമായ അഭിപ്രായം പുറപ്പെടുവിക്കേണ്ടയാളും സണ്ണി ജോസഫ് ആയിരുന്നു. എന്നാൽ താൻ അറിഞ്ഞില്ല, ഞാൻ പഠിക്കട്ടെ, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് മാധ്യമങ്ങളെ കാണുമ്പോൾ അദ്ദേഹം ഒഴിഞ്ഞു മാറുകയായിരുന്നു. ഈ വിവാദമുണ്ടായ ആദ്യഘട്ടങ്ങളിലെല്ലാം തികഞ്ഞ മൗനമായിരുന്നു സണ്ണി ജോസഫിന്റെ ഭാഗത്തു നിന്നും. എന്ത് പറയണമെന്ന് അദ്ദേഹത്തിന് യാതൊരു നിശ്ചയവുമില്ല. കാരണം അദ്ദേഹത്തിന് ഇതൊന്നും ആലോചിച്ചും പ്രവർത്തിച്ചും മുന്നോട്ട് പോകാനുള്ള കഴിവോ പ്രാപ്തിയോ ഇല്ലെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. പാർട്ടിയിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അതിനെ മുന്നിട്ടിറങ്ങി നേരിടേണ്ട ആളാണ് KPCC അധ്യക്ഷൻ. അദ്ദേഹം മുന്നിട്ടിറങ്ങിയെന്നുമല്ല എന്ന് മാത്രമല്ല, KPCC ഓഫീസിനുള്ളിൽ കയറി വാതിലടച്ച് കുറ്റിയിട്ട് ഇരിക്കുകയും ചെയ്യുകയായിരുന്നു. ഒരു മറുപടി പോലും അദ്ദേഹത്തിന് ജനങ്ങൾക്ക് മുന്നിൽ പറയാനുണ്ടായില്ല. കോൺഗ്രസിലെ ഒരു MLA-ക്കെതിരെ, അതും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായ ഒരു പ്രമുഖ നേതാവിനെതിരെ പെൺകുട്ടികളുടെ ലൈംഗികാരോപണം ഓഡിയോ ക്ലിപ്പിങ്ങുകളും മറ്റുമായി ചാനലുകളിൽ വരുമ്പോൾ അതിനെ പ്രതിരോധിക്കുകയോ അതിനു വേണ്ടി കൃത്യമായ മറുപടി നൽകുകയോ ചെയ്യേണ്ട ആളാണ് KPCC അധ്യക്ഷൻ. കാരണം അദ്ദേഹം പറയുമ്പോഴാണ് അത് പാർട്ടിയുടെ വാക്കാകുകയുള്ളൂ, പാർട്ടിയുടെ മുഖമാവുകയുള്ളൂ. അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് പാർട്ടിയുടെ അഭിപ്രായമായി പുറത്തേക്ക് വരേണ്ടത്. എന്നാൽ ഒരു കാര്യത്തിലും അഭിപ്രായം പറയാതെ അടകൊഴമ്പൻ പ്രതികരണം നടത്തി മുങ്ങുകയായിരുന്നു KPCC അധ്യക്ഷൻ എന്നാണ് പഴയ ചില KPCC പ്രസിഡന്റുമാർ പറയുന്നത്. ഇത്തരത്തിൽ അഴകൊഴമ്പൻ നിലപാടെടുക്കുന്ന ഒരാളെ കൊണ്ട് എങ്ങനെ കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ അവർ ചോദിക്കുന്നത്. സണ്ണി ജോസഫ് മാന്യനൊക്കെ ആയിരിക്കാം, പക്ഷേ പ്രാപ്തിയില്ല. പ്രാപ്തി ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആദ്യത്തെ ദിവസം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങളെ കുറിച്ച് പഠിച്ച് പ്രശ്നം പരിഹരിക്കാമായിരുന്നു. ഒന്നില്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ട് MLA സ്ഥാനം രാജിവെപ്പിക്കുക, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം രാജിവെപ്പിക്കില്ല, നിയമപരമായി ഞങ്ങൾ ഇതിനെ നേരിടും, അതിന്റെ കേസുകളൊന്നുമില്ല എന്ന് ജനങ്ങൾക്ക് മുന്നിൽ ധൈര്യത്തോടെ പറഞ്ഞ് കോൺഗ്രസ് പ്രവർത്തകരെ പ്രോത്സാഹിപ്പിക്കണം, അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കണം. ഇതും അദ്ദേഹം ചെയ്തില്ല. എല്ലാത്തിൽ നിന്നും ഒളിച്ചോടുന്ന ഒരു സമീപനമായിരുന്നു അത്രേ സണ്ണി ജോസഫിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. അങ്ങനെ ഒളിച്ചോടുന്ന ഒരു KPCC അധ്യക്ഷനെ ഇനി വേണോ എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളെല്ലാം പരസ്പരം ചോദിക്കുന്നത്. സുധാകരനെ എന്തിനാണ് KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയെന്ന് ചോദിക്കുന്നവരും ഇപ്പോഴുണ്ട്. സുധാകരനെ മാറ്റി സണ്ണി ജോസഫിനെ കൊണ്ടുവന്നപ്പോൾ കേരളത്തിലെ കോൺഗ്രസിന് ഒരു പുതിയ മുഖം ഉണ്ടാകുമെന്നാണ് പലരും പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ പുതിയ മുഖമെന്നല്ല, ഉള്ള മുഖമേ നഷ്ടപ്പെടുന്ന അവസ്ഥയും ഉണ്ടായി. ഒരു കാര്യത്തിലും ഉറച്ചൊരു അഭിപ്രായം പറയാൻ KPCC അധ്യക്ഷന് കഴിയുന്നില്ല. പ്രതിപക്ഷ നേതാവ് എന്ത് പറയുമോ അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. ശരിക്കും പാർട്ടിയുടെ നിലപാടനുസരിച്ച്, പാർട്ടി ഭരണഘടന അനുസരിച്ച് നിയമസഭാ കക്ഷി നേതാവിനേക്കാൾ അല്പം മുകളിലാണ് KPCC അധ്യക്ഷൻ. പക്ഷേ അദ്ദേഹമാകട്ടെ നിയമസഭാ കക്ഷി നേതാവ് സതീശൻ എന്തു പറയുന്നുവോ അതിന്റെ എക്കോയായി പ്രവർത്തിക്കുകയാണ് അത്രേ സണ്ണി ജോസഫ്. ഇതാണ് കോൺഗ്രസ് നേതാക്കളെ ചൊടിപ്പിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയമുണ്ടായപ്പോൾ സണ്ണി ജോസഫ് ആദ്യം ഇറങ്ങി അതിനെക്കുറിച്ച് സുചിന്തിതമായ ഒരു അഭിപ്രായം പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും പ്രതിസന്ധി കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടാകില്ലായിരുന്നു എന്നാണ് പല നേതാക്കളും പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സണ്ണി ജോസഫിനെ വെച്ച് ഇത്തരം പ്രതിസന്ധികൾ നേരിടാൻ നോക്കിയാൽ പാർട്ടി ഗതി പിടിക്കില്ല എന്നും പലരും പറയുന്നു. കോൺഗ്രസ് അതിന്റെ ചരിത്രത്തിലെ തന്നെ ഒരു വലിയ പ്രതിസന്ധിയെ നേരിടുകയാണ്. ഇപ്പോഴും കാര്യമായ തീരുമാനങ്ങൾ എടുക്കാൻ ആ സംഘടനയ്ക്ക് കഴിയുന്നില്ല. അതിന്റെ പ്രധാന പ്രശ്നം ദുർബലമായ ഈ നേതൃത്വം തന്നെയാണ്. നേതൃത്വം ദുർബലമാവുക എന്നാൽ അതിന്റെ അർത്ഥം KPCC നേതൃത്വവും നിയമസഭാ കക്ഷി നേതൃത്വവും എല്ലാം ദുർബലമായി എന്നാണ്. ഇപ്പോൾ ഈ അവസ്ഥയിൽ ദുർബലമായ നേതൃത്വം വലിയ ഒരു പരാജയമാണ് കോൺഗ്രസിന് സൃഷ്ടിക്കുക എന്നും പല നേതാക്കളും രഹസ്യമായി പറയുന്നുണ്ട്.